നമസ്കാരം. ഞാൻ റിനോഷ് കോട്ടയ്ക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിംഗ് മാനേജിംഗ് ഡയറക്ടർ. വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായ റൂഫിംഗ് രീതികളും പരിചയപ്പെടുത്തുന്ന കോട്ടയ്ക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിംഗ്സിൻ്റെ റൂഫ് ടോക്ക് എന്ന സീരീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മങ്ങാടുള്ള പാലത്തറ ബിജു സാറിൻ്റെ വീട്ടിലാണ്. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വർക്കാണ്. അതിലേറ്റവും എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ റൂഫിംഗ് വർക്കാണ്. ഇത് ശരിക്കും ഒരു 1 സ്റ്റോറി ഹൗസായിരുന്നു. ഇതിനെ റിനോവേറ്റ് ചെയ്ത് ഒരു റിനോവേഷൻ വർക്കിലേക്ക് മാറി ഇതിനെ ഡബിൾ സ്റ്റോറി ആക്കി അതിൻ്റെ മുകളിൽ അലൂമിനിയം ഒറാലിയൻ നോവ ടൈൽ ഗ്രേ കളറിൻ്റെ റൂഫിംഗ് ഷീറ്റ് ഉപയോഗിച്ച് വളരെ ഒരു ഡബിൾ സ്റ്റോറി പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡബിൾ സ്റ്റോറി ആവുന്ന രീതിയിലേക്ക് നല്ല വ്യത്യസ്തമായ നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ അതിൻ്റെ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് ബോർഡർ വർക്കുകൾ, വി ബോർഡ് വർക്കുകൾ, അങ്ങനെ ഒട്ടനവധി വർക്കുകൾ മെറ്റീരിയൽ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഒരു 3500 സ്ക്വയർ ഫീറ്റിൽ ഒരു 2 മാസത്തോളം ഉള്ള ഒരു പീരീഡിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഈ വർക്കിൻ്റെ മറ്റ് വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിനെ ഡബിൾ സ്റ്റോറി ആക്കിയതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണിത്. ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ പില്ലർ വെച്ച് വി ബോർഡ് ഇട്ട് കവർ ചെയ്ത് ഒരു റൂം തിരിക്കുന്നതിന് പകരമായിട്ട് ആ ഒരു 10 അടി ഹൈറ്റിൽ പില്ലർ കൊടുത്തതിന് ശേഷം ഇതിനെ സ്ക്വയർ ട്യൂബുകൾ ഉപയോഗിച്ചിട്ട് ഒരു ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുകയാണ് ഈ കാണുന്നത്. ഈ ഡിസൈൻ വർക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 3 80x40 1.4 mm തിക്നെസ്സിലുള്ള സ്ക്വയർ ട്യൂബിനെ ബേസായിട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ 2:1 50-25 എന്ന് പറഞ്ഞ സ്ക്വയർ ട്യൂബ് നമ്മളൊരു പാരപ്പറ്റ് പോലുള്ള ഡിസൈനിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു ഡിസൈൻ വർക്കാണ് ഇതിൻ്റെ മുകളിൽ നമ്മുടെ എക്സ്റ്റീരിയർ ലുക്കിനെ ഭംഗിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അതിനെ പിന്നീട് അതിൻ്റെ അകത്ത് അരക്കര വെൽഡഡ് മെഷ് ഉപയോഗിക്കുകയും അതിൻ്റെ മുകളിൽ മറ്റ് ഇൻസെറ്റുകളൊന്നും കയറാതിരിക്കാൻ വേണ്ടി മോസ്കിറ്റോ നെറ്റും അടിച്ച് വളരെ കവർ ചെയ്ത് ഒരു സെക്യൂരിറ്റി ആയിട്ടും അല്ലെങ്കിൽ ഭംഗിയായിട്ടും 2 രീതിയിലും അതിനെ കവർ ചെയ്തൊരു ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ആ സ്ക്വയർ ട്യൂബിനെ പിന്നീട് പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേക്ക് ഫിനിഷിങ്ങിൻ്റെ ആ ഒരു പ്രസൻസ് അറിയുന്ന രീതിയിലുള്ള ഒരു പെയിൻറ്റിങ് വർക്കും ഇവിടെ നടത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയായെന്ന് തന്നെ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരു വർക്ക് എന്ന് പറയാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു വർക്ക്. അത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ ഈ ഒരു പാത്തേജ് സ്പേസ് കൂടെ കിട്ടുന്നുണ്ട്. അതിന് ശേഷമാണ് ഇതിൻ്റെ റിനോവേഷൻ്റെ ആയിട്ട് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. അതുപോലെ ഈ വി ബോർഡുകൾ, ഈ ബെഡ്റൂം തിരിച്ചു വെക്കുന്നതെന്ന് പറയുന്നത് കംപ്ലീറ്റ് വി ബോർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വി ബോർഡ് എന്ന് പറയുമ്പോൾ 8x4 സൈസിലുള്ള വി ബോർഡുകൾ കൃത്യമായിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ സപ്പോർട്ടോടുകൂടി ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചിരിക്കുക. ഇത് കറക്റ്റ് ഒരു ഒറ്റ നില വീടായിരുന്നു. അതിനെ ഒരു 2 ഡബിൾ സ്റ്റോറി ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന റിനോവേഷൻ വർക്കാണ് ഈ ഒരു വർക്ക്. അപ്പോൾ അതിനെ വി ബോർഡുകളും അതിൻ്റെ സീലിംഗ് വി ബോർഡുകൾ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പാത്തേജ് സ്പേസ് വന്നപ്പോൾ തന്നെ ശരിക്കും ഇതൊരു നല്ലൊരു ആംബിയൻസിൽ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ വർക്ക് എന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഇത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു വീടിനെ ഇതിൻ്റെ എല്ലാ സ്പേസുകളും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു വർക്ക് കാരണം. അതായത് എല്ലാ സ്പേസും തന്നെ പ്രത്യേകിച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാർപോർച്ചിൻ്റെ ഒരു ടോപ്പ് ഭാഗമാണ്. നോർമലി ഇത് സ്ക്വയറായിട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഒഴിവാക്കി ചെയ്യാമായിരുന്നു. പക്ഷെ അതുപോലും ചെയ്യാതെ കൃത്യമായിട്ട് അതിനെ എൻഡ് ടു എൻഡ് ഉപയോഗിച്ച് ഇതിനെ ഒരു കംപ്ലീറ്റ് ഈ ഏരിയ കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാവുന്ന രീതിയിൽ സോഫയൊക്കെ സെറ്റ് ചെയ്തൊരു
ഒരു ലിവിങ് സ്പേസ് ഏരിയ പോലെ റെഡിയാക്കിയിരിക്കുകയാണ്. അത് നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ തൊട്ട് ഇതൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെ അകത്താണെന്ന ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിന് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലേക്ക്. അത് അലൂമിനിയം ചാനലിൽ ഗ്ലാസ് ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ലൈഡിങ് വിൻഡോ ആണ് ഈ ചെയ്തിരിക്കുന്നത്. അതുപോലെ ചിലർ പറയുന്നതാണ് വി ബോർഡിൽ ഇലക്ട്രിക്കൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഇതിന് ഡബിൾ സൈഡ് വി ബോർഡ് ചെയ്തിരിക്കുകയാണ്. സെൻട്രൽ സ്ക്വയർ ട്യൂബ് ചെയ്ത് ഡബിൾ സൈഡ് വി ബോർഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ അതിൻ്റെ ഇലക്ട്രിക് പൈപ്പ് വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടേക്ക് വേണ്ട ഇലക്ട്രിക് സ്വിച്ച് ബോർഡും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനെ പുട്ടിയിട്ട് ഭംഗിയായിട്ട് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞേക്കുന്നതിൻ്റെ തൊട്ട് തന്നെ ആ ഒരു ഗ്രില്ല് വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ വർക്ക് 10-20 ഇതിൻ്റെ ഒരു ബോർഡർ വർക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് സോഫയൊക്കെ ഇട്ട് ഒരു ഈവനിങ് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാവുന്ന രീതിയിൽ വീടിൻ്റെ ഔട്ട്സൈഡ് ലൊക്കേഷൻ ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിവിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന വിശേഷങ്ങൾ. ഇനി ഇതിൻ്റെ ഈ വർക്ക് ചെയ്ത അതിൻ്റെ ഫാബ്രിക്കേറ്റർ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അതിൻ്റെ സിൻലാൽ എന്നാണ് പുള്ളി പേര്. നമുക്ക് സിൻലാലിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ സിൻലാൽ, നമസ്കാരം. നമസ്കാരമുണ്ട്. സിൻലാൽ, വർക്ക്ഷോപ്പിൻ്റെ പേര് ശ്രീ മഹാദേവ എഞ്ചിനീയറിംഗ് വർക്ക്സ്, തോട്ടപ്പാലം എന്ന സ്ഥലം. തോട്ടപ്പാലം. എത്ര വർഷമായി ഈ ഒരു വെൽഡിംഗ് ഫീൽഡിൽ വന്നിട്ട്? വെൽഡിംഗ് ഫീൽഡ് ഇപ്പോൾ വർക്ക്ഷോപ്പ് ഇട്ടിട്ട് ഏതാണ്ട് ഒരു 10 വർഷമായി. ഓക്കെ, 10 വർഷമായിട്ട് വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഇവിടെ തോട്ടപ്പാലത്ത് തന്നെ. അപ്പം എന്താ ശരിക്കും ഈ ഒരു വ്യത്യസ്തമായ വർക്ക് അല്ലെങ്കിൽ ഈ ഒരു വർക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ഒന്ന് പറയാം. എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വർക്ക് ഈ അടുത്ത ഏരിയയിലെങ്കിലും ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അത് കാണുമ്പോൾ തന്നെ എല്ലാവരും ഈ കണ്ടംപററി മോഡൽ ഒരു വീട് വെച്ചിട്ട് ആ ഒരു മോഡലുകൾ ഈ ഒരു മോഡൽ എങ്ങും കാണുന്നില്ല. ഈ ഒരു ഡിസൈൻ എനിക്ക് ഈ വീടിൻ്റെ വർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നൊരു സാധനം ഈ ഒരു ഡിസൈൻ വർക്കാണ്. നോർമലി ശരിക്കും പറഞ്ഞാൽ ഒരു ഡബിൾ സ്റ്റോറി ചെയ്യുന്ന സമയത്ത് സാധാരണ ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പില്ലേഴ്സ് ഉപയോഗിച്ച് വി ബോർഡ് ഇട്ട് കവർ ചെയ്യാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടൊരു സ്പേസ് ഒരു പാസേജ് സ്പേസ് എല്ലാം കൃത്യമായിട്ട് ഉപയോഗിച്ച് അതിനെനിക്ക് ഈ സ്പേസ് ഉപയോഗിക്കാൻ ഒരു മെയിൻ റീസൺ ഈ ഒരു ഗ്രില്ല് വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതെപ്പോഴും എയർ പാസിംഗ് ഉണ്ട്, നമുക്ക് ഇതിനകത്ത് ഇരുന്ന് ചൂട് അനുഭവപ്പെടുന്നില്ല. അതാണ് മെയിനായിട്ട്. പിന്നീട് എന്താണ് ഈ വി ബോർഡ് വർക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊന്ന് ഇതെനിക്ക് തോന്നുന്നു. ഇപ്പം ഇവിടെ 2 ബെഡ്റൂം, ഒരു ഓഫീസ് റൂം എല്ലാം അഡീഷണൽ ആയിട്ട് പറയാനാണെങ്കിൽ ഇത് ഒരു ഒറ്റ നില വീട്, ഓടിട്ട വീടായിരുന്നു. അതിനെ ഞങ്ങൾ 2 നില ആക്കി എടുത്തതാണ്. അപ്പം ഇതിൻ്റെ വീടിൻ്റെ പുറത്ത് പഴയ വീട് 80 വർഷമുള്ള ഒരു പഴക്കമുള്ള ഒരു വീടായിരുന്നു. അതിനെ വീടിൻ്റെ പുറത്ത് ലോഡ് കൊടുക്കാതെ 4 സൈഡിലും 2.5 ഇഞ്ചിൻ്റെ GI പൈപ്പ് കൊണ്ടിട്ട് 10-20 തൂണയിലാണ് ഇത് നിൽക്കുന്ന മൊത്തം. അപ്പോൾ വീടിന് വെയിറ്റ് ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തൂണയിലാണ് നിൽക്കുന്നത്. ഈ വി ബോർഡ് സൈഡ് പാർട്ടീഷൻ എല്ലാം എത്ര mm വി ബോർഡാ? അത് 8 mm ഉണ്ട്. പിന്നെ ടോപ്പില് 6 mm കൊടുത്തിട്ടുണ്ട് സീലിംഗിന് മാത്രം. ബാക്കി 8 mm ഉണ്ട്. പിന്നെ ഒരു ബോർഡർ വർക്ക് ഇതിന്റെ ജോയിന്റ്സ്. ഈ ബി ബോർഡ് ഇടുന്നിടത്ത് എല്ലായിടത്തും ഒരു കംപ്ലൈന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ജോയിന്റിന് ക്രാക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനെന്താണ് ഒരു ഇതിലായിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ ഒരു ക്രാക്ക് എന്ന് പറഞ്ഞാൽ. അത് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞങ്ങൾ തന്നെ ചെയ്തിട്ടാണ് ഒരു ബോർഡർ മേടിച്ചിട്ട് ഞങ്ങൾ ആ ജോയിന്റിന് മൊത്തം അടിച്ച് അതിന് പെയിന്റ് ചെയ്ത്. അപ്പോൾ ഇതിന്റെ റൂഫിംഗ് വർക്ക്, ഈ ടൈൽ ഷീറ്റ്, അത് ടൈൽ ഷീറ്റിലേക്ക് മാറാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് അതെന്താണെന്ന് പറയാം. എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ സാറിനെ വിളിച്ച് ഞാൻ കോട്ടക്കൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ സാറിന് ഈ നോവ ടൈൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് സാറിന് അത് മതി. പ്രത്യേകം ഈ ഒറാലിയം ടൈൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ 7 വർഷം കളർ വാറണ്ടിയും 30 വർഷം മെറ്റീരിയൽ വാറണ്ടിയും നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതിൽ നമ്മുടെ കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിങ്സിൽ അതിൻ്റെ ട്രഫോൾ ഷീറ്റുകൾ, ടൈൽ ഷീറ്റുകൾ, നോവ ടൈൽ, ഗ്രാൻഡ് ടൈൽ ഇതെല്ലാം തന്നെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ പിന്നെ അതിൻ്റെ മാക്സിമം ഇവിടെ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് 18 അടി ഷീറ്റാണ്. അതായത് മാക്സിമം ലെന്ത് എന്ന് പറയുന്നത് 18 അടി ഷീറ്റാണ്. നമ്മൾ നോർമൽ ട്രഫോൾഡ് നമുക്ക് 26 അടി ലെന്ത് വരെ കിട്ടുമെങ്കിലും ടൈൽ ഷീറ്റിന്റെ മാക്സിമം ലെന്ത് എന്ന് പറയുന്നത് 18 അടിയാണ്. അപ്പൊ കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് 18 അടി. അതിന്റെ ഒരു സ്ട്രാറ്റജി എന്താ? അതുകൊണ്ട് അധികം വേസ്റ്റേജ് വന്നിട്ടില്ല നമുക്ക്. അത് അഥവാ വന്നതിൽ തന്നെ ആ പീസ് നമുക്ക് വേറെ ചിലപ്പോൾ കോർണർ മാത്രമേ കുറച്ച് കട്ടായി പോകുന്നുള്ളൂ, ബാക്കി മൊത്തം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ചില ലിസ്റ്റുകൾ വരുമ്പോൾ ഞങ്ങൾ കാണാറുണ്ട് 10 അടി, 8 അടി, 12 അടി, 14 അടി. അപ്പോൾ അതിനേക്കാട്ടിലൊക്കെ ബെറ്റർ ഈ 18 അടിയിൽ നിന്ന് അതിന് വേണ്ട സൈസ് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. 18 അടി തന്നെ ആയിരിക്കും. ഈ 10 അടിയിൽ നിന്ന് ഉദ്ദേശിച്ച് ചിലപ്പോൾ 2 സ്ലോപ്പിന് വല്ല ഇടുമ്പോൾ 10 അടിയുടെ ആവശ്യം ഉള്ളെങ്കിൽ മാത്രമേ അവിടെ അത് ഇടുന്നുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ഒരു കൂരയായിട്ട് അടിക്കുമ്പോൾ നമുക്ക് 18 അടി ആയിരിക്കും ബെറ്റർ.
ഇതുപോലെയുള്ള വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായ റൂഫിംഗ് രീതികളും പരിചയപ്പെടുത്തുന്ന കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിംഗ്സിൻ്റെ റൂഫ് ടോക്സ് എന്ന് പറയുന്ന ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീണ്ടും അടുത്തൊരു വ്യത്യസ്തമായ റൂഫിംഗ് വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് റിനോഷ് കോട്ടക്കൽ.